മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ഡോക്ടറിന്റെ ഒരു സെൽഫ് ഇൻട്രോ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, കൺസൾട്ടൻ്റാണ്, ലൈഫ് കെയർ സെൻറ്റർ തേവര ഫോർ റിവേഴ്സിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഞാൻ ബേസിക്കലി പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഞാൻ 81 ബാച്ചാണ്. അത് കഴിഞ്ഞിട്ട് MD തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു. ഞാൻ കൂടുതൽ സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് മെഡിസിനിലായിരുന്നു. അതിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഈ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ പ്രഗ്നൻറ്റ് പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുമ്പം അവർക്ക് ആ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനും. അപ്പം മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഇന്ന് പല ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യാലിറ്റി ഇതുണ്ടെങ്കിലും എല്ലാം ഡിവൈഡഡ് ആയിട്ട് പോവുകയാണ്. അപ്പം ഒന്നിനും ഒരു പരിഹാരമാകുന്നില്ല. എന്നും മരുന്നുകൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഡയബറ്റീസ് ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഒരിക്കൽ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്ന്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആകുന്നത് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഇൻഫെർട്ടിലിറ്റിയിലൊക്കെ ആണെങ്കിൽ 4ഉം 5ഉം പ്രാവശ്യം IVF ഒക്കെ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകാത്തവരും അതുപോലെ റിപ്പീറ്റഡ് അബോർഷനുള്ള പേഷ്യൻസിനും ഒക്കെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് വേറെ ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ കൺസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാനും, അതുപോലെ ഈ CSLC ക്യാപ്പ് എന്ന, അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോൾ എന്നൊരു ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജി തന്നെ ഡെവലപ്പ് ചെയ്യാനും കാരണം, നമ്മൾ ആഫ്റ്റർ കോവിഡ്, ശരിക്കും കോവിഡ് കാലത്താണല്ലോ നമ്മൾ ഏറ്റവും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രോബ്ലം ഉള്ളവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നത്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ കോവിഡ് നമ്മൾ ഞാൻ ബാക്കി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും ഒക്കെ മാറ്റിവെച്ച് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസിനാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പലപ്പോഴും കാണുന്നത് ഒബീസിറ്റി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് ഭക്ഷണം കുറയ്ക്കുക, കൂടുതൽ മൂവ്മെൻറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക, അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ കാണുന്നത്. അപ്പോൾ അതിനായിട്ട് ശരിക്ക് ഇപ്പോൾ ആണെങ്കിൽ മരുന്നുകളുണ്ട്. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് തോന്നാതിരിക്കാനും, പിന്നെ അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, സർജറി പോലെ വയറിൻ്റെ സൈസ് കുറയ്ക്കാനും, പിന്നെ ഈ ഡയറ്റ്, ഭക്ഷണം കഴിക്കാതിരിക്കാനും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും ശരിക്ക് ഈ ഒബീസിറ്റിനെ പറ്റി, ഈ വണ്ണത്തിനെ പറ്റി പറയുമ്പോൾ ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണത്തേക്ക് ഉള്ള ഒരു നീക്കമായിട്ട് ആണ് കാണുന്നതെന്നും കൂടെ സയൻസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒബീസിറ്റി അങ്ങനെയാണെങ്കിൽ ശരീരം അത് നല്ലതിന് വേണ്ടിയാണ്, നല്ല ഉദ്ദേശം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ പ്രശ്നം? എന്താണ് ഒബീസിറ്റി? നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൊട്ടക്റ്റ് പല ഫങ്ഷൻസ് ഉണ്ട്. ആക്ച്വലി നമ്മളുടെ ഫാറ്റാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് വരുന്നത് ഫാറ്റാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം എല്ലാ സെല്ലിനെയും നമ്മളുടെ ബോഡിക്ക് നമുക്കറിയാം, സ്കിന്നിനടിയിൽ ഒരു ലെയർ ഓഫ് ഫാറ്റാണ്. അതാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇൻറ്റേർണൽ ബോഡിയെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലെയർ ഓഫ് ഫാറ്റ് വേണം. അപ്പോൾ നമ്മൾ ഫാറ്റ് തീരെ കുറഞ്ഞു പോയാൽ ഇങ്ങനെ എല്ലുന്തി കാണാനുള്ള ഭംഗിയില്ലെന്നായിപ്പോവും. വളരെ എല്ലും തോലുമായിട്ട് നമ്മൾ പറയും ഇറ്റ്സ് നോട്ട് എ ബ്യൂട്ടിഫുൾ തിങ്. അതുപോലെ നമ്മുടെ ഓരോ ഇൻറ്റേർണൽ ഓർഗനെ കവർ ചെയ്തുകൊണ്ട്, ഈവൻ രക്തക്കൊഴലുകളിലെ നെർവ്സിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഇൻറ്റേർണലി ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ സെല്ലുകളെയും കവർ ചെയ്തുകൊണ്ട് സെൽ മെംബ്രെയിൻ ഉണ്ട്, അതും ഫാറ്റാണ്. അപ്പം ഈ ഫാറ്റിലെ സെൽ മെംബ്രെയിനിലുള്ള ഫാറ്റി ആസിഡ്സ് ആണ് ബേസിക്കലി മെസ്സഞ്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ന്യൂക്ലിയസിലേക്ക് പോയി ഇന്നതുണ്ടാക്കും. നമ്മുടെ സെൽ മെംബ്രെയിനും ന്യൂക്ലിയസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാ കാര്യത്തിനും ഫാറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഫാറ്റ് വെച്ചിട്ടാണ്. നമുക്ക് മസിൽ നമുക്കറിയാം ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ വെച്ചാൽ. പക്ഷെ നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ കാര്യം, പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കണമെന്ന് പറയും. വെറുതെ ഫാറ്റുള്ള ഫുഡ് കഴിച്ചാലും ശരിയാകില്ല. ഈ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫാറ്റ് എന്ന് പറയുന്നത് omega 369 ആണ്.
അതായത് ഇതിന് വേണ്ടത്. മറ്റേ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ ഈ കോക്കനട്ട് ഓയിലിലും തേങ്ങയിലും ഒക്കെ ഉള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അത് എനർജിക്ക് നല്ലതാണ്. അപ്പോൾ ഒമേഗ 3യും 6ഉം 9ഉം കിട്ടുകയും ചെയ്യണം. അത് കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം. അപ്പം അതിൻ്റെ കൂടെ പ്രോട്ടീനും കൂടെ വരുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ബോഡി ബിൽഡിങ് നടക്കുന്നത്. അപ്പം ഈ പ്രൊപ്പോർഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമാണ്, തീരെ കുറഞ്ഞു പോയാലും കുഴപ്പമെന്നുള്ളത് പോലെ തന്നെ കൂടിയാലും കുഴപ്പമാണ്. ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്, ഫാറ്റ് കലകൾ എന്ന് വേണമെങ്കിൽ പറയാം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഇത് ശരിക്കും നമ്മൾ പണ്ട് കരുതിയിരുന്നത് ആ ഫാറ്റ് അതൊരു സ്റ്റോറേജ് ഓർഗൻ, കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, അതൊരു എൻഡോക്രൈൻ ഓർഗൻ. അപ്പം നമുക്കറിയാമല്ലോ, തൈറോയിഡ് ഒരു എൻഡോക്രൈൻ ഓർഗനാണെന്ന് നമുക്കറിയാം. തൈറോയിഡിനകത്ത് അതിൻ്റെ വലിപ്പം കൂടിയാൽ അത് നമ്മൾ വലിയൊരു ഇഷ്യൂ ആയിട്ട്, അത് രോഗമായിട്ട് തന്നെ കാണും. ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് എൻഡോക്രൈൻ ഓർഗനാണ് ഫാറ്റ്. അപ്പോൾ അത് ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഒന്നല്ല, പല ഹോർമോൺസ്, ഓരോ പുതിയ പുതിയ ഹോർമോണുകളും അതിൻ്റെ ഫങ്ഷനും ഒക്കെ ഇപ്പോൾ ഓരോ ദിവസം ഓരോ വർഷങ്ങളും ഇങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക. ലെപ്റ്റിൻ, അഡനോപെക്റ്റിൻ, പിന്നെ പല ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്. ഈവൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒമേഗ 3, ഒമേഗ 6 എന്ന് പറയുന്ന 2 ഹോർമോൺസ് ആണെന്നാണ്. അപ്പം നമ്മൾ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ എത്രയുണ്ട്, അതിലെ ഈ 4 ഘടകങ്ങൾ ഒമേഗ 3, 6, 9 ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് എത്ര വെച്ചുണ്ട്, ഇതെല്ലാം ബേസ് ചെയ്തിരിക്കും ഒരാളുടെ ഹെൽത്ത്. ഇത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും അത് തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ബ്രെയിനിനകത്തുള്ള ആക്ടിവിറ്റീസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഫാറ്റാണ്. അപ്പോൾ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒബേസിറ്റി കൂടുമ്പം എല്ലാ രോഗങ്ങളും കൂടാനും അതുകൊണ്ടാണ്. മെൻ്റൽ അസുഖങ്ങൾ കൂടും. ഈ അമിതവണ്ണം വന്നു കഴിയുമ്പോഴേക്കും എല്ലാ രോഗങ്ങൾക്കും ഉള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു പുതിയ അറിവ് പോലെയാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് ഈസ്, ഈ ബോഡി ബിൽഡിങ്ങിന് വേണ്ട ഫാറ്റുകൾ ഒന്നും, എനർജിക്ക് വേണ്ട ഫാറ്റുകൾ വേറെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ബോഡി ബിൽഡിങ്ങിലേക്ക് വേണ്ട ഫാറ്റുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, എനർജിക്ക് വേണ്ടത് വേറെ രീതിയിൽ കാണുകയും ചെയ്യണം. അപ്പം ഈ ഫാറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ അമിതവണ്ണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്? അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി നോക്കുമ്പോൾ വണ്ണം കൂടുന്നു, അതാണ് വരുന്നത്. പക്ഷേ അയാളുടെ ഹെൽത്ത്, ഇപ്പോൾ ചിലരുണ്ട് മെറ്റബോളിക്കലി ഓക്കെ ആയിരിക്കും, മറ്റസുഖമൊന്നും കാണില്ല, അമിതവണ്ണം ഉണ്ടെന്നേ ഉള്ളൂ പുറമേ നോക്കുമ്പോൾ. ഇപ്പം അസുഖം നമ്മൾ പറയുന്നത് എപ്പോഴാണ്, നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് വന്നു തുടങ്ങുമ്പോഴാണ്. അതിനു മുമ്പേ തന്നെ നമ്മൾ ടെസ്റ്റുകൾ വഴി, ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കിയാൽ ബ്ലഡ് ആണല്ലോ, ബ്ലഡ് ഒരു ടിഷ്യൂ ആണ് ശരിക്കും. അത് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഹോൾ ബോഡി കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ഇടത്തു നിന്നുള്ള കാര്യങ്ങളും അതിനകത്തേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഫ്ലമേഷൻ കൂടുക, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടും, ക്യാൻസർ വന്നാൽ ക്യാൻസർ മാർക്കേഴ്സ് കൂടും, പിന്നെ രക്തം കുറഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറയും എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ബ്ലഡിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കൂടി, അതായത് സിംറ്റംസ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് നമ്മളുടെ പ്രോബ്ലംസ് വരാൻ പോകുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഷുഗർ കൂടിയാലേ നമ്മൾ ഡയബറ്റീസ് ആണെന്ന് കണക്കാക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇൻസുലിൻ തന്നെ കൂടുമ്പോഴേ നമുക്കറിയാം പ്രീ ഡയബറ്റിക് ആവുന്നത്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആദ്യം ഇൻസുലിനാണ് കൂടുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അല്ലാതെ തന്നെ ടെസ്റ്റുകൾ നോക്കേണ്ടി വരും. പിന്നെ ഉള്ളത് നമ്മളുടെ ഈ വെയിറ്റിൽ തന്നെ ലീൻ മാസ് ഉണ്ട്, ഫാറ്റ് മാസ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ വെയിറ്റ് നോക്കുന്നു, ഒരാൾക്ക് 100 കിലോ ഉണ്ട്, അയാളെ 100 കിലോയിൽ എത്ര കിലോയാണ് ഫാറ്റ്, എത്ര കിലോ ആണ് ഫാറ്റ് അല്ലാത്തതെന്നുള്ള അതിനാണ് ലീൻ മാസ് എന്ന് പറയുന്നത്. അതിനകത്ത് മസിൽ വരും, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് വരും, ബോണ് വരും, ബ്ലഡ് വരും, ഇതെല്ലാം കൂടെ കൂട്ടി. അപ്പോൾ സാധാരണ നിലയിൽ ഇതിനൊരു പ്രൊപ്പോർഷനുണ്ട്. നമുക്ക് ഒരു അറൗണ്ട്, ഇപ്പം ജെൻസിനാണെങ്കിൽ ഒരു ഏറ്റവും ഐഡിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 10 to 15% ഫാറ്റേ പാടുള്ളൂ, ബാക്കിയുള്ളത് ലീൻ മാസ് ആയിരിക്കണം. അതുപോലെ ലേഡീസിലാണെങ്കിൽ ഒരു 15 to 25% വരെ ഫാറ്റ് മാസ് വരാം, അത്രയാണ്. അത് നേച്ചർ അനുസരിച്ച് നമ്മുടെ ഹോർമോണിൻ്റെ ഇതും കൂടെയൊക്കെ ഉണ്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ലേഡീസിൽ അത് കുറയ്ക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് 15 to 25% നമ്മൾ നോർമലായിട്ട് വയ്ക്കുന്നു. അപ്പം നമ്മൾ മസിൽ കുറഞ്ഞു പോകുന്നതും, ഇപ്പം വെയിറ്റ് കൂടുക മാത്രമല്ല, പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫാറ്റ് കൂടുകയും ചെയ്യും, മസിൽ കുറയുകയും ചെയ്യും.
അപ്പം മസിലും ഒരു എൻഡോക്രൈൻ ഓർഗനാണ്. മസിലിനകത്ത് നിന്ന് കുറേ ഹോർമോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് കൂടുമ്പോൾ ഫാറ്റിൽ നിന്നുള്ള ഹോർമോൺസ് കൂടും, മസിൽ കുറയുമ്പോൾ മസിലിൽ നിന്നുള്ള ഹോർമോൺസ് കുറയുകയും ചെയ്യും. അതുപോലെ ബോണിനും ഉണ്ട്. ബോണിൽ നിന്നും ഇപ്പം എല്ലാ ഓർഗൻസിനകത്തു നിന്നും നമ്മൾ പല ഹോർമോണുകളൊക്കെ പുതിയത് കണ്ടുപിടിക്കപ്പെടുകയാണ്. അപ്പം ഇതിൻ്റെ മസിലിൻ്റെ ആക്ടിവിറ്റി, മസിലിൽ നിന്ന് ബോണിൽ നിന്ന് എന്ത് പുറത്ത് വരണമെങ്കിലും മസിൽ ആക്റ്റീവ് ആകണം. അപ്പോൾ ആക്ടിവിറ്റി കുറയുമ്പോൾ അവിടെ ഡിസ്പ്രപ്പോർഷൻ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇംബാലൻസസ് എല്ലാം കൂടി വരുമ്പോഴാണ് ഈ ഒബേസിറ്റിയിൽ ഒരു മെറ്റബോളിക് ഇംബാലൻസ് ആണ് വരുന്നത്. ഒബേസിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഫാറ്റ് കൂടുകയോ ബോഡിയുടെ വെയിറ്റ് കൂടുകയോ അല്ല ചെയ്യുന്നത്. നമ്മുടെ ബയോളജി മൊത്തം തെറ്റുകയാണ് ചെയ്യുന്നത്. ഈവൻ നമ്മളുടെ ബയോളജിയുടെ ബേസിക് ഘടകങ്ങൾ തന്നെ തെറ്റിപ്പോകുന്നു അപ്പോഴേക്കും. ശരിക്കും ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. ഇപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ ഡയബറ്റീസ് അതിൻ്റെ ചാൻസസ് വരും. അപ്പം ശരിക്ക് ഒരു 30-35 വയസ്സാകുമ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ അമിതവണ്ണത്തിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണത്, പിന്നെ എന്താണ് അതിന് ചെയ്യാൻ സാധിക്കുക? ഡയബറ്റിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ബ്രെയിനിൽ നിന്നൊരു ഹോർമോൺ ഇല്ല പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യാൻ. നമുക്ക് എല്ലാ ഹോർമോണുകളും തന്നെ എല്ലാത്തിനെയും കൺട്രോൾ ഹോർമോൺസ് ഉണ്ട്. അപ്പം ഇപ്പോൾ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാൻ ബ്രെയിനിൽ നിന്നുള്ള പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ് അവിടെ നിന്നൊക്കെയുള്ള ഹോർമോണുണ്ട്. പക്ഷെ പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാറ്റിൽ നിന്നും മസിലിൽ നിന്നുമുള്ള ഹോർമോൺസാണ്. അതുപോലെ തന്നെ കുടൽ ഇപ്പോഴത്തെ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ അല്ലെ തന്നെ ആമാശയവും ചെറുകുടലും വൻകുടലും ഒക്കെ പല ഹോർമോൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹോർമോണുകളൊക്കെയാണ് പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യുന്നത്. മസിലിൽ നിന്നുള്ള ഒരു ഓസ്റ്റിയോകാൽസിൻ, മസിലിൽ നിന്നല്ല ബോണിൽ നിന്നുള്ളൊരു ഓസ്റ്റിയോകാൽസിൻ, മയോകൈൻസ്, അങ്ങനെ പല ഹോർമോൺസാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ ഡയബറ്റീസിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും പല പേഷ്യൻസിൻ്റെയും ഈവൻ പല ഡോക്ടേഴ്സിൻ്റെ പോലും ചിന്ത ഇൻസുലിനാണ് കുഴപ്പം, പാൻക്രിയാസിനാണ് കുഴപ്പം എന്നാണ്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കാരണം ശരിയാണ്, പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ലാത്തുള്ളതുകൊണ്ടാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളുടെ പാൻക്രിയാസിലെ ഐലറ്റ് സെൽസ്, അതാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്, അതിനെ നശിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആവശ്യമാണ്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ് എല്ലാവരും മനസ്സിലാക്കണം. അവിടെ നമ്മുടെ പാൻക്രിയാസിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ പാൻക്രിയാസ് ആക്ച്വലി കൂടുതൽ ഉണ്ടാക്കേണ്ട വരികയാണ്. കൂടുതൽ ഇൻസുലിൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ ഒരു ഗ്രോത്ത് പ്രൊമോട്ടിങ് ഹോർമോണാണ്. അപ്പോൾ ഈ ഇൻസുലിൻ്റെ അളവ് നമ്മൾ കൂടുമ്പോൾ അത് ക്യാൻസറിനും ഒക്കെ കാരണമാകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് വളരെ തെറ്റായ രീതിയിലാണ് ടൈപ്പ് 2 ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ ശരിക്കുമുള്ള കാരണം എക്സസ് ഫാറ്റാണ്. നമ്മുടെ ഫാറ്റ് കൂടുമ്പം നമ്മുടെ ഇൻസുലിൻ അതിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരിക. ഫാറ്റ് കൂടുന്നു, മസിൽ കുറയുന്നു, മസിലിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു, ബോൺ കുറയുന്നു, ബോണിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു. അപ്പം ഈ ഫാറ്റിൽ നിന്നും മസിലിൽ നിന്നും ബോണിൽ നിന്നും വരുന്ന ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ ഇൻസുലിൻ പ്രവർത്തിക്കാതെ ആകുകയാണ് ചെയ്യുന്നത്. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വളരെ തെറ്റായ രീതിയിലുള്ള ഒരു ചികിത്സയാണ് ഇന്ന് മോഡേൺ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടത് മാറ്റപ്പെടുന്നില്ല എന്നെനിക്കറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ മരുന്ന് കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും എല്ലാം ആണല്ലോ ഇതെല്ലാം ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ആകാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റൽ ലെവൽ അത് പഠിച്ച് അതിൻ്റെ ഈ ടൈപ്പ് 2 ഡയബറ്റീസിനൊക്കെ ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഇൻസുലിനും ഇഞ്ചക്ഷനും ഈവൻ ടാബ്ലറ്റ് പോലും നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസിനൊക്കെ നമ്മളിപ്പോൾ എടുക്കുന്ന മരുന്നുകൾ പല മരുന്നുകളും ഈവൻ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ നമ്മൾ കൂടുതൽ രോഗിയാക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കോസ് കിടക്കുന്നത് ഫാറ്റിലാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. എന്നിട്ട് നമ്മൾ കൂടുതൽ ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് അതിനെ ഷുഗറിനെ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പ്രോബ്ലം തുടങ്ങിയത് ഇൻസുലിൻ കൂടുന്നതാണ്. ലെപ്റ്റിനും അഡിനോപെക്റ്റിനും ഒക്കെ പോലെയുള്ള മറ്റു ഹോർമോണുകളിൽ വന്ന വ്യതിയാനമാണ്. അത് മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടത് ഒരു അത്യാവശ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ന് ഈ ഒബേസിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസും ഡയബറ്റീസും ഇതൊക്കെ തെറ്റായ രീതിയിലുള്ള ചികിത്സ അതങ്ങ് ലോകവ്യാപകമായിരിക്കുകയാണ്. അതിന് നമ്മൾ എവിടെയെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ നമ്മളുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒരു ശാശ്വതമായ പരിഹാരമാവുള്ളൂ. ഡോക്ടർ പറഞ്ഞ ഈ കാര്യം ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ പാൻക്രിയാസിനല്ല കുഴപ്പം, പക്ഷേ അവരുടെ പാൻക്രിയാസിന് കുഴപ്പം ആവുന്നത് തന്നെ അതിൻ്റെ കാരണം തന്നെ ആ ഡയബറ്റീസ് ഉള്ള സമയത്ത് ആ ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ പാൻക്രിയാസിനെ കൊണ്ട് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ കാലക്രമത്തിൽ ആ പാൻക്രിയാസിന് പാൻക്രിയാസിനൊരു നീർക്കെട്ട് വന്ന് ഒരു കൊറോണിക് പാൻക്രിയാറ്റൈറ്റിസിലേക്ക് പോവും. അപ്പം ശരിക്കും പാൻക്രിയാസ് അല്ല കുഴപ്പക്കാരൻ ഡയബറ്റീസ് ടൈപ്പ് 2യുടെ കാര്യത്തിൽ. അപ്പോൾ അതൊരു പുതിയ അറിവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഹാർട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഡയബറ്റീസ് പോലെ തന്നെയാണ് ഹാർട്ടിൻ്റെ കാര്യത്തിൽ പൊതുവെ ഉള്ളതാണ്. ഡയബറ്റീസ് അല്ല, ഇങ്ങനെ അമിതവണ്ണം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഹാർട്ടിൻ്റെ വാൽവുകളിലും സർക്കുലേഷനിലും എല്ലാം ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും എന്നുള്ള ഒരു ചിന്തയാണ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമിതവണ്ണം ഹാർട്ടിനെ ബാധിക്കുന്നത്? നമ്മൾ ഈ ഇൻസുലിനും ഷുഗറും ഒക്കെ ഡയബറ്റീസും തമ്മിലുള്ള ബന്ധം കണ്ടു. ഇനി ഈ ഹൈപ്പർ ടെൻഷനും നമ്മൾ ഫാറ്റും തമ്മിലുള്ള ബന്ധം അറിയണം. ബേസിക്കലി നമ്മളെപ്പോഴും പറയും കൊളസ്ട്രോൾ കൂടിയെന്ന്. ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ഒരു ഫാറ്റാണ്. കൊളസ്ട്രോൾ ഈ ഫാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്. നമ്മൾ ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുമല്ലോ, എല്ലാവരും ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കും, ട്രൈഗ്ലിസറൈഡ്, ഇത് രണ്ടുമാണല്ലോ വരുന്നത്. പിന്നെ LDLും SDLും എന്നൊക്കെ പറഞ്ഞു കിട്ടും. ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റാണ്. ഫാറ്റിന് വെള്ളത്തിൽ അലിഞ്ഞു തരാൻ പറ്റില്ല. അപ്പം ഈ ഫാറ്റിനെ ഒരു ലൈപ്പോ പ്രോട്ടീനാക്കി ഒരു ഒരു ട്രക്കിൽ കെട്ടി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ലിവറിലാണ് ഇതുണ്ടാക്കുന്നത്, എന്നിട്ടത് വേണ്ടോടത്തെല്ലാം കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു ട്രക്കാണ് നമ്മളീ പറയുന്ന SDLും LDLും ഒക്കെ ആയിട്ട് ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, വെരി ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, ഇങ്ങനെ പലതരം ഇതുണ്ട്. അത് ഫാറ്റിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഹെവി ആയിട്ട് SDL എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, അതിനകത്ത് അധികം ഫാറ്റ് ഉണ്ടാവില്ല, അത് ഫാറ്റിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളത്. ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ ഉണ്ട്, അപ്പോൾ അതിനകത്ത് കുറേ കൂടെ ഫാറ്റ് കൂടുതലാണ്, അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. SDL ആണ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്, മറ്റേത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസം, അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകണ്ട. ബേസിക്കലി നമ്മളുടെ ഈ കൊളസ്ട്രോൾ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫാറ്റിൻ്റെ അളവ്, ലൈപ്പോപ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോഴാണ് ഈ കൊളസ്ട്രോളിനെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊളസ്ട്രോളിൻ്റെ ആവശ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ബ്ലഡിൽ കൂടെ പോകുന്ന കൊഴുപ്പിൻ്റെ അളവ് കൂടുവാന്ന്, അതായത് ബ്ലഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ലൈപ്പിഡ് കൊളസ്ട്രോൾ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊളസ്ട്രോളിൻ്റെ ഒപ്പം മിക്കവാറും പേർക്ക് ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കും. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ കൊഴുപ്പ്, മറ്റത് കൊഴുപ്പിനെയൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മീഡിയം മാത്രമാണ് കൊളസ്ട്രോൾ ആകുന്നത്. അപ്പം എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഈ പ്രഷർ കൂടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രഷർ കൂടുന്നത്? നമ്മളുടെ ഈ ഫാറ്റിനകത്തുനിന്ന് പല ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് പുറത്തു വരും. ഈ ഒരു തരം ഹോർമോൺ പോലെയുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും ഹോർമോൺസും ഒക്കെ, ഇതാണ് ബേസിക്കലി നമ്മുടെ പ്രഷറിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ഫാറ്റ് കൂടുന്നതനുസരിച്ച് ഒന്ന് നമ്മളുടെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് പുറത്തു വരും. ഇത് നമ്മളുടെ രക്തക്കുഴലുകളിലും ഒക്കെ ടെൻഷനും, അത് ഹൈപ്പർ ടെൻഷൻ എന്നാണല്ലോ പറയുന്നത്. അപ്പം അതിൻ്റെ ടെൻഷനുകളിലൊക്കെ അതിൻ്റെ ആ ആക്ടിവിറ്റീസിനൊക്കെ വ്യത്യാസം വരുത്തും, അപ്പോൾ പ്രഷർ കൂടും. രണ്ടാമത് ഇത് കഴിഞ്ഞിട്ടും നമ്മൾ എന്നിട്ടും അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഫാറ്റിന് വേറെ ഒരിടത്തും ഡെപ്പോസിറ്റ് ചെയ്യാനില്ലാതെ വരുമ്പം നമ്മുടെ രക്തക്കുഴലിനകത്ത് തന്നെ അത് സംഭരിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ സംഭരിക്കുന്നതിനാണ് ആത്രോസ്ക്ലീറോസിസ്. നമ്മൾ പറയല്ലേ ഹാർട്ടിനകത്ത് രക്തക്കുഴലിൽ ബ്ലോക്ക് വന്ന് അതിന് സ്റ്റെൻറ്റ് ഇട്ടെന്ന്. അപ്പം നമ്മൾ ഈ സ്റ്റെൻറ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു ബ്ലോക്കായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നു, അതിനെ ഒരു മെറ്റൽ പീസ് വെച്ച്, ഒരു മെറ്റൽ സ്പ്രിങ് പോലെ ഇത് വെച്ചിട്ട് അതിനെ ഒന്ന് അകത്തി വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ സ്റ്റെൻറ്റ്.
അത് ശരിക്കും അതിനൊരു ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. അവിടെ മാത്രം ഒന്ന് തുറന്നു കൊടുക്കാൻ. അവിടെ മാത്രമല്ല, നമ്മുടെ ഹോൾ ബോഡിയിലെ രക്തക്കുഴലുകൾക്ക് ഈ കൊഴുപ്പടിഞ്ഞിരിക്കുക. ഈ പ്രഷർ കൂടാൻ തുടങ്ങുന്നത് പലപ്പോഴും ഈ ഹാർട്ടിൽ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്ന പോലെ തന്നെ കിഡ്നിയിലേക്കും രക്തക്കുഴലുണ്ട്. ഈ കിഡ്നിയിലെ രക്തക്കുഴലിനകത്ത് കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കിഡ്നിക്ക് ആവശ്യത്തിന് രക്തം കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കിഡ്നിക്ക് മാത്രമല്ല, കിഡ്നിയുടെ വലിയ രക്തക്കുഴൽ മാത്രമല്ല, അതിൽ ചെറിയ രക്തക്കുഴലുണ്ട് ഈ നെഫ്രോൺസിലേക്ക് കൊടുക്കുന്നത്. അതിനകത്തൊക്കെ കൊഴുപ്പടിഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ട് ആവശ്യത്തിന് ബ്ലഡ് ചെല്ലാതെ വരുമ്പോൾ അവിടെ നിന്ന് കുറേ ഹോർമോൺ, കിഡ്നി കുറേ ഹോർമോൺ വിടും. കിഡ്നിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയും അഡ്രിനൽസും ഒക്കെയാണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഫാറ്റിൽ നിന്നുള്ള ഹോർമോണും ഫാറ്റിൽ നിന്നുള്ള മാർക്കേഴ്സുമാണ്. അതിൽ വരുന്ന ഇംബാലൻസ് ആണ്. അപ്പോൾ ആക്ച്വലി പ്രഷറിൻ്റെ കാര്യവും ഒരു മെയിൻ കാര്യം നമ്മുടെ ഈ ഫാറ്റ് കൂടുന്നതും ഫാറ്റിലെ പ്രപ്പോർഷൻസ് തെറ്റുന്നതും. ഫാറ്റ് എല്ലാവരിലും ചിലർ കാണാൻ ലീൻ ആയിട്ടുള്ളവർക്കും പ്രഷർ വരാറുണ്ട്. അതിന് കാരണം ഫാറ്റിൻ്റെ പ്രപ്പോർഷൻസ് തെറ്റുന്നതാണ്. ഈ omega-3-6 ബാലൻസ് തെറ്റുന്നതാണ്. അമിതവണ്ണത്തിൻ്റെ കാരണമായി ഇങ്ങനെ ഈ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത്, ആ ഫാറ്റ് തന്നെ നമ്മളുടെ രക്തസമ്മർദ്ദം കൂട്ടുന്ന ഒരു മെസ്സേജിങ് സിസ്റ്റമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഫാറ്റ് കാരണം നമ്മളുടെ BP കൂടുന്ന ഒരു സാഹചര്യം വരികയാണ് ഈ സിഗ്നലിംഗ് വെച്ച് തന്നെ. അപ്പം ആ ഒരു പ്രഷർ കൂടുന്നത് ഈ പറഞ്ഞ ഹാർട്ടിനെ ഒക്കെ ബാധിക്കുകയും ചെയ്യുന്നു അല്ലേ? ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ പ്രഷർ എങ്ങനെയാണ് കൂടുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഹാർട്ടിന് എന്തുകൊണ്ടാണ് ഇവർക്ക് അറ്റാക്കൊക്കെ വരുന്നത്? ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഈ രക്തക്കുഴലുകൾ ഹാർട്ടിൻ്റെ പുറത്തുകൂടെയാണ് ഈ രക്തക്കുഴലുകൾ പോകുന്നത്. അപ്പം പല ഈ ഹാർട്ട് പേഷ്യൻസിൻ്റെ നമ്മളിപ്പം ഈ ബൈപ്പാസിനൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുമ്പം കാണാം, അതിനകത്ത് നിറച്ച് കൊഴുപ്പടിഞ്ഞിരിക്കുകയായിരിക്കും. ഈ രക്തക്കുഴലുകളുടെ ചുറ്റും തന്നെ കൊഴുപ്പടിഞ്ഞിരിക്കുക. അപ്പം ഈ കൊഴുപ്പെല്ലാം ഇതിനകത്തേക്ക് കയറും. അപ്പോൾ ഇതിന് ഇൻഫ്ലമേഷൻ വരികയാണ്. ഈ പലപ്പോഴും നമ്മൾ കാൽസ്യം സ്കോറൊക്കെ ചെയ്യുമ്പം കാൽസ്യം സ്കോർ കൂടുതലാണ്, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി പ്ലാക്കാണ്, അത് കാരണം സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല. പിന്നെ ഇപ്പം സ്പെഷ്യൽ റൊട്രാക്ടറൊക്കെ വെച്ചിട്ടുള്ള അതിനെ ആ കൊഴുപ്പിനെ ഒന്ന് കാൽസിഫൈഡ് കൊഴുപ്പിനെ ഒന്ന് പൊടിച്ച് കളഞ്ഞ് വെച്ചിട്ട് സ്റ്റെൻറ്റ് ഇടുക എന്നൊക്കെയുള്ള ടെക്നോളജിയൊക്കെ പറയുമല്ലോ. ഇതിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകൾക്ക് ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോഴാണ് അതിനകത്ത് കാൽസിഫിക്കേഷൻ വരുന്നത്. കാൽസിഫിക്കേഷൻ വരാനും ഇൻഫ്ലമേഷൻ വരാനും എന്താ കാര്യം? അവിടെ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് വരുന്ന ഇതാണ്. അപ്പം അതിന് പ്രൊട്ടക്റ്റീവായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൽസിഫിക്കേഷൻ വരുന്നത്. ഈ പ്ലാക്സ് ഒക്കെ എങ്ങനെ ഇരിക്കുമ്പോൾ അത് അവിടെ നിന്ന് വിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ബ്രെയിനിലേക്കൊക്കെ പോയി ഈ ത്രോംബോസിസും ഇതൊക്കെ വരാം. അപ്പം നമ്മുടെ ബോഡി ഈ കാൽസിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഫാറ്റ് പൊട്ടി അതിനകത്തു നിന്നുള്ള ലീക്കേജൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലോട്ട് വന്ന് ആ രക്തക്കുഴലിൽ തന്നെ അടഞ്ഞു പോവാം. അപ്പോൾ അതിനെ ഒരു പ്രൊട്ടക്റ്റീവായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൽസിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഈ ഹാർട്ട് നമുക്ക് ഈ പ്രഷർ പേഷ്യൻസിന് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാർട്ടിന് കൂടുതൽ വർക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ വെയിറ്റൊക്കെ പൊക്കി നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിലൊക്കെ, കൈയുടെ മസിൽ, ബൈസെപ്സൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി വെയിറ്റൊക്കെ എടുക്കും. എന്ന് പറഞ്ഞാൽ ഹാർട്ടിനും കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മസിൽ വെക്കും. അതിനാണ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇപ്പം നമ്മൾ പലർക്കും ഈ ഹാർട്ട് പേഷ്യൻസും ഒക്കെ റിപ്പോർട്ട് എടുക്കുമ്പം സ്കാനിങ് റിപ്പോർട്ടിൽ കാണാം ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അവിടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ട വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണല്ലോ, ഇടത്തെ അറയാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് നമുക്ക് വേണ്ട ബ്ലഡ് എല്ലാം പമ്പ് ചെയ്ത് തരുന്നത്. അപ്പം ഇത് കൂടുതൽ ശക്തി ഉപയോഗിച്ച് പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് വണ്ണം വയ്ക്കും. അതിന് വണ്ണം വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ബ്ലഡ് വേണം അതിനെ പ്രവർത്തിപ്പിക്കാൻ. പക്ഷെ നമ്മുടെ ബ്ലഡ് വെസൽസിന് എന്താ പറ്റിയിരിക്കുന്നത്? ഹാർട്ടിന് തന്നെ രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകൾക്ക് അതിനകത്ത് മുഴുവൻ ഫാറ്റ് അടിഞ്ഞിട്ട് ആവശ്യത്തിന് പൈപ്പ് ഇതിനകത്തോട് ബ്ലഡ് ശരിക്കും ഒഴുകുന്നില്ല. അങ്ങനെ വന്ന് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഹാർട്ടിന് വണ്ണം വെച്ചിരിക്കുക, മസിൽ കൂടിയിരിക്കുക, അതിന് കൂടുതൽ ബ്ലഡ് വേണം. പക്ഷേ ബ്ലഡിന് ഒഴുകാനുള്ളത് തന്നെ ബ്ലോക്കായിട്ടിരിക്കുക. അപ്പം നമ്മൾ അതിന് പോയൊരു സ്റ്റെൻറ്റ് ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാത്രം കാര്യമില്ല. നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. ഒരു നേരം മരുന്ന് മറന്നുപോയി നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു എന്നും 3 മരുന്ന് പ്രഷറിന് വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം നമ്മൾ കഴിക്കാൻ വിട്ടുപോയാൽ ആ മരുന്നിൻ്റെ ഇഫക്റ്റ് കഴിയുമ്പോഴേക്കും ബ്ലഡ് ചില മരുന്നൊക്കെ ഇല്ലെങ്കിൽ അത് ഷൂട്ടപ്പ് ചെയ്യും. അപ്പം നമ്മളുടെ ഈ ബ്രെയിനിലും കിഡ്നിയിലും ഒക്കെ വളരെ നേരിയ രക്തക്കുഴലുകളാണ്. പ്രത്യേകിച്ച് ബ്രെയിനിലെ രക്തക്കുഴലുകൾ വളരെ നേരിയതാണ്.
അതിന് ഈ പെട്ടെന്നുള്ള ഷൂട്ടപ്പ് സഹിക്കാൻ പറ്റാതെ വരും. അപ്പം അവിടെ നിന്ന് ലീക്ക് വരും. അതിൻ്റെ കൂടെ നമ്മൾ ആസ്പിരിൻ എല്ലാവരും ഒരു ബ്ലഡ് തിന്നറും കൂടെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് നാച്ചുറലി അവിടെ ഒരു സീലിംഗ് സിസ്റ്റം വരും. അപ്പോൾ ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവർക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ചെറിയ ലീക്കൊന്നും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ മെക്കാനിസം അവിടെ ഫെയിൽ ചെയ്യും. കാരണം ബ്ലഡ് തിന്നർ കഴിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ ലീക്ക് വന്ന് സ്ട്രോക്ക് വരും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. കൂടുതൽ മരുന്നുകളെടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യേണ്ടതിന് പകരം നമ്മളതിനുമായിട്ട് അത് നമ്മൾ ബോഡിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന് പകരം അതിനോട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മരുന്ന് കൊടുത്ത് ഓരോന്നിനും ഇത് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ അതൊക്കെ ശരിക്കും തുടങ്ങിയത് നമുക്ക് ഇത്രയും നോളജ് വരുന്നതിന് മുമ്പ്. ഇപ്പം നമുക്ക് കൂടുതൽ നോളജായി നമ്മളത് ഇനി കറക്റ്റ് ചെയ്യാനുള്ള സമയമായി. ഈ ഫാറ്റി ലിവറിനെ പറ്റി പറയുമ്പോൾ ഇതിപ്പം എല്ലാ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3-ൽ 2 പേർക്കോ അങ്ങനെ എന്തോ ഫാറ്റി ലിവർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 3-ൽ 2 പേർക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ എന്താണ് ഇത്ര ഡേഞ്ചർ ഉള്ളത് എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഫാറ്റി ലിവർ ഉണ്ട്, ചെറിയ തോതിലേ ഉള്ളൂ, ഇപ്പം ഒരു സീരിയസ് അല്ല, നിങ്ങൾക്കിനി ശ്രദ്ധിച്ചാൽ മതി, കൂടാതെ ഇരുന്നാൽ മതി എന്ന് ആണല്ലോ പൊതുവേ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എന്താ ഇതിൽ വറി ചെയ്യാനുള്ളത്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം നേരെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ലിവറാണ് അതിനെ എന്ത് ചെയ്യണം. നമ്മുടെ ബോഡിക്കുള്ളിലെ കിച്ചണെന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ. അവിടെ ചെന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കും. നമ്മൾ കിച്ചണിലെല്ലാം ഒക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ആക്കി റെഡിയാക്കി കഴിക്കും. ഇവിടുന്ന് അതിനെയെല്ലാം ഓരോന്നിനെയും ഓരോ രീതിയിൽ അബ്സോർബ് ചെയ്ത് വൈറ്റമിൻസിനെയും മിനറൽസിനെയും ഫാറ്റി ആസിഡ്സിനെ ആണെങ്കിൽ ഫാറ്റി ആസിഡായിട്ട് തിരിക്കും. അത് കഴിഞ്ഞിട്ട് അബ്സോർബ് ചെയ്ത് വീണ്ടും അത് സെല്ലിൻ്റെ ഈ കുടലിൻ്റെ അവിടുത്തെ സെല്ലിനകത്ത് വെച്ചതിന് വീണ്ടും കൊഴുപ്പാക്കി എണ്ണയാക്കി തന്നെ ട്രൈഗ്ലിസറൈഡാക്കി മാറ്റി കൊണ്ടുപോയി ലിവറിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പ്രോട്ടീനെയാണ് അമിനോ ആസിഡ്സ് ആക്കും. ഈ രീതിയിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം. ലിവറാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ ഓൾമോസ്റ്റ് 500 ഐറ്റംസ് ആവശ്യാനുസരണം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു കിച്ചണിൽ നമ്മൾ 3-4 ഐറ്റമാണ് ഒരു നേരം ഉണ്ടാക്കുന്നത്. അത് തന്നെ നമുക്ക് വലിയൊരു പാടുള്ള പണിയാണ്. അപ്പോൾ നമ്മുടെ ലിവർ ചെയ്യുന്ന പണിയെന്ന് ഓർത്ത് നോക്കിയാൽ ഓൾമോസ്റ്റ് 500 ഓർ മേ ബി നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിലും കൂടുതലുണ്ടാകും. അതിങ്ങനെ കണ്ടിന്യൂസ്ലി ആവശ്യാനുസരണം അതിൻ്റെ അളവനുസരിച്ച് നിയന്ത്രിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കഴിക്കുന്ന എക്സസ് ഫാറ്റ് അതിന് നമ്മൾ ലിവർ അതിൻ്റെ ആദ്യം ലിവർ സെല്ലിലേക്കാണ് ഇതെല്ലാം ചെല്ലുന്നത്, ലിവറിൽ വരും. പിന്നെ നമ്മൾ കഴിക്കുന്ന എക്സസ് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ ഫാറ്റാക്കി മാറ്റും. എന്നിട്ട് ഇതിനെ കൊണ്ടുപോയി ലിവറിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ ബ്ലഡിലേക്ക് വിട്ട്, അതായത് ട്രൈഗ്ലിസറൈഡ് ആക്കി അല്ലെങ്കിൽ ലൈപ്പോപ്രോട്ടീൻസ് ആക്കി അതിനെ പുറത്തേക്ക് ബ്ലഡിലേക്ക് വിട്ട് അതിനെ അഡിപ്പോസ് ടിഷ്യൂവിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. പിന്നെ വേണ്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ മസിലിലേക്ക് കൊടുക്കണം. മസിലാണ് അതിനെ കുറച്ച് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ അതിന് ആവശ്യാനുസരണം മസിലിൽ എപ്പോഴും കുറച്ച് ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാവും, അവിടെ വെക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ കൊണ്ട് അഡിപ്പോസ് ടിഷ്യൂവിൽ കൊണ്ടുപോയി വെക്കും, അതായത് നമ്മുടെ ഫാറ്റ് കളകളിൽ. ഇത് കൂടി വരുമ്പോൾ ആദ്യം നമ്മൾ വയറിനകത്തായിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മളുടെ വയറിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, വയറിന് വികസിക്കാൻ ചുരുങ്ങാനും പറ്റുമല്ലോ. അതുകൊണ്ട് കൂടുതലുള്ളതിനെ ആദ്യം കൊണ്ടുപോയി കുടലിന് ചുറ്റും, കുടലിനെ ഇങ്ങനെ ഒരു തരം തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് കുടലിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഇതുപോലെ ഒരു കർട്ടൻ പോലെ ഉണ്ട്, അതിലാണ് ഇട്ടേക്കുന്നത്. ഈ തൂങ്ങിക്കിടക്കുന്ന ഈ കർട്ടൻ പോലെയുള്ളതിൽ എത്ര ഫാറ്റ് വേണേലും കയറി പിടിക്കാം. അതിൻ്റെ പോലെ തന്നെ മുമ്പിലൊരു ഉമൻറ്റം എന്നും പറഞ്ഞുണ്ട്. ഇതിലൊക്കെ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ എക്സ്ട്രാ ഉള്ളതെല്ലാം കൊണ്ട് നേരെ അങ്ങോട്ടായിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ വെയിറ്റ് കൂടാൻ തുടങ്ങുമ്പോൾ ആദ്യം വയറായിരിക്കും കൂടാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുടവയറ് വയ്ക്കാൻ തുടങ്ങുന്നുണ്ടോ, അപ്പോൾ നമ്മളുടെ ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് വരാൻ തുടങ്ങി. ഇപ്പം ഫാറ്റ് കുറച്ച് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഫാറ്റ് സെൽസ് പറയും ഞങ്ങൾക്ക് വേണ്ട, ഫാറ്റ് അങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ ഇൻസുലിൻ്റെ പണിയാണ് ഇവരെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറ്റി വിടേണ്ടത്. അപ്പം ഫാറ്റ് ഇതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പം നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ഈ കൊളസ്ട്രോളും ഈ ഗ്ലൂക്കോസും എല്ലാം കൂടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ബോഡി ഇൻസുലിൻ കൂടുതലുണ്ടാക്കാൻ തുടങ്ങും.
അപ്പം അങ്ങനെയാണ് ആദ്യത്തെ നിലയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഒരിടത്തും ഫാറ്റ് സെൽസ് എനിക്ക് വേണ്ട വേണ്ട എന്ന് പറയാൻ തുടങ്ങുമ്പം ഈ ലിവറിൽ തന്നെ ഇത് കെട്ടിക്കിടക്കും. നമുക്കറിയാലോ ഒരു സാധനങ്ങൾ ഉണ്ടാക്കി പക്ഷേ അതിന് ആവശ്യക്കാരില്ലെങ്കിൽ അതവിടെ കെട്ടിക്കിടക്കുകയല്ലേ. എന്ന് പറഞ്ഞാൽ ലിവർ കെട്ടിക്കിടക്കുന്നതാണ്, ലിവർ സെല്ലിനുള്ളിൽ കെട്ടിക്കിടക്കുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ ഹോർമോൺസ്. ഫാറ്റ് കുറേ ഹോർമോൺസ് ഉണ്ടാക്കും. അങ്ങനെ ഫാറ്റിൻ്റെ ആ ഹോർമോൺസ് ശരിക്കും ഹാർട്ടിനെയും വേറെ പല ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുന്നു. അപ്പം ശരിക്കും ഈ അമിതവണ്ണമുള്ളവർ ഈ ഹോർമോൺസിൻ്റെ കാര്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അമിതവണ്ണമുള്ളവരിലെ ഹോർമോൺസ് ഒരെണ്ണമല്ല, പലതും തെറ്റാണ്. ഇപ്പം നമ്മളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ LH-FSH എന്നുള്ള നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ബ്രെയിനിൽ നിന്ന് വരുന്ന റീപ്രൊഡക്റ്റീവ് ഹോർമോണാണ്. അവിടെ LH-ഉം FSH-ഉം ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സെക്ഷൽ ഫങ്ഷൻസിനെയും റീപ്രൊഡക്ഷനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഹോർമോൺസ്. അത് വന്നിട്ടാണ് ടെസ്റ്റിസിൽ അല്ലെ ഓവറീസിൽ ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ബ്രെയിനിൻ്റെ ഈ ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫാറ്റിൽ നിന്നുള്ള ഹോർമോൺസാണ്. അപ്പോൾ ഈ ഫാറ്റിൽ നിന്നുള്ള ഹോർമോൺസ് തെറ്റിക്കഴിയുമ്പോൾ LH കൂടാൻ തുടങ്ങും. LH കൂടുമ്പം ആണ് നമ്മൾ ലേഡീസിനൊക്കെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുമല്ലോ. ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോത്തിൻ്റെ കാരണം നമ്മളുടെ ജനറലി മെയിൻലി ഫാറ്റിൻ്റെ അളവ് കൂടുന്നതും ഈക്വലി തന്നെ വരാം മസിലിൻ്റെ അളവ് കുറയുന്നതും ഇതിലേക്ക് തന്നെ വരും. ഇപ്പം ഈ ഫാറ്റും മസിലും ബോണും, ഫാറ്റ് മസിൽ ബോണ്, ഇതിൽ നിന്നുള്ള ഹോർമോൺസ് തന്നെ അവിടെ തന്നെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവണം. അത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിലെ ഹോർമോൺസിന് അസന്തുലിതമാകും. അതുകൊണ്ട് തന്നെയാണ് ബ്രെയിനിലെ മെക്കാനിസംസ് തെറ്റുന്നതുകൊണ്ട് വെയിറ്റ് കൂടുമ്പം പലർക്കും ഡിപ്രഷന്, സ്ട്രെസ്സ്, ടെൻഷൻ ഇതെല്ലാം വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളുടെ ബ്രെയിൻ അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മസ്കുലർ ആക്ടിവിറ്റിയും അതുപോലെ നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റുമാണ്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള കാര്യങ്ങൾ. നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ച് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നനുസരിച്ച് ഇൻറ്റസ്റ്റൈനിലും കുറേയധികം ഹോർമോൺസ് ഉണ്ട്. നമ്മൾ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ലെപ്റ്റിൻ ആണ് നമ്മളുടെ ഈ ഫാറ്റിലെ ലെപ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുടലിൽ നിന്ന് വരുന്ന വേറൊരു ഹോർമോൺ ഉണ്ട്, ഗ്രലിൻ എന്ന് പറഞ്ഞ്. ഈ ഹോർമോൺസാണ് നമ്മൾ ഫൈനലി നമുക്ക് എത്ര ഭക്ഷണം കഴിക്കണം, കഴിക്കണ്ട, മതി, പോരാ, എനിക്കിനിയും വേണം, ക്രേവിങ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഈ ഹോർമോൺസാണ്. അപ്പം ഈ മെക്കാനിസംസ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതിലെല്ലാം തെറ്റുകൾ വരികയാണ് ചെയ്യുന്നത്. ഈ ഫാറ്റ് കൂടുന്നതനുസരിച്ച് ഈ തെറ്റുകൾ വരുമ്പോഴേക്കുമാണ് ഈവൻ തൈറോയിഡിൻ്റെ ഇപ്പം നമുക്ക് വളരെ കോമൺ അല്ലേ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അതിൻ്റെ കാരണവും ഇത് തന്നെ. ഫാറ്റ് കൂടുമ്പം അവിടെയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നതുപോലെ TSH എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് ബ്രെയിനിൽ നിന്ന് വരുന്നത്. അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല, അതിന് റെസിസ്റ്റൻസ് വരുവാണ്, അത് കൂടുവാണ്. ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ ആദ്യം കൂടുന്നത് TSH-ആണ്. അത് TSH-ന് പ്രവർത്തിക്കാൻ പറ്റാതെ വരികയാണ്, അവിടെ റിസപ്റ്റർ ബ്ലോക്ക് വരികയാണ്. ബിക്കോസ് ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലും നമുക്ക് അതിനൊരു ഫാക്ടറായിട്ട് വരുന്നത് ഈ ഫാറ്റിൻ്റെ അളവ് കൂടുന്നത് തന്നെയാണ്. എല്ലാവർക്കും ഉള്ള ചാലഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണോ വെയിറ്റ് ഈ അമിതവണ്ണം കുറയ്ക്കാൻ നോക്കുന്നത്, ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്തോ അല്ലെങ്കിൽ ഭക്ഷണം കുറച്ചിട്ടോ അല്ലെങ്കിൽ സർജറി, ബാരിയാട്രിക് സർജറി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുകയോ കുത്തിവെപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടോ, ഇതെല്ലാം ചെയ്താൽ പോലും സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പഴയ രീതിയിലേക്ക് പോയാൽ പഴയ രീതിയിലേക്ക് തന്നെ ആവും എന്നുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെ ചെയ്താലും നമ്മളുടെ ജീവിതശൈലിയിലെ ആ ഒരു വ്യത്യാസം നമ്മൾ വരുത്തിയില്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെ ആവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ വണ്ണം കൂടിയവർ, അമിതവണ്ണം ഉള്ളവർ എന്ത് ആണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റുകളെ പറ്റി മനസ്സിലാക്കേണ്ടത്? ട്രീറ്റ്മെൻറ്റ് ഇതിൽ വരുന്നത് ഒന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ.
പിന്നെ അതിന് പറ്റാതെ വരുമ്പോൾ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് വിശപ്പ് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ അബ്സോർബ് ചെയ്യാതെ ഇടയ്ക്ക് നമ്മൾ അബ്സോർബ് ചെയ്യാതെ, അതായത് ഫാറ്റിനെ അബ്സോർബ് ചെയ്യാതെ കുറയ്ക്കാൻ, അബ്സോർബ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനായിട്ടുള്ള ഒരു ഓർലിസ്റ്റാരിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാതിരിക്കുന്ന റോഗ്ലിഡോസ് ഡേസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്. അത് നമുക്കത് കണ്ടിന്യൂസ്ലി കഴിച്ചാൽ അത് നമ്മുടെ ബോഡി അത് ഓവർകം ചെയ്യും. അത് വൺസ് ഇൻ എ വൈലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഞാൻ അങ്ങനെയാണത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പേഷ്യൻസ് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ ഫാസ്റ്റിംഗ് നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് മോഡിലേക്ക് നമ്മുടെ ബോഡി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി എനർജി യൂട്ടിലൈസേഷനൊക്കെ തെറ്റും. നമുക്ക് ഫാസ്റ്റിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മൾ ലോ കാലറി അല്ലെ ഫുഡ് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പം അതിന് നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ ഈ ഓർലിസ്റ്റാറ്റ് പോലെയുള്ള ഓർലിഡേസ് പോലെയുള്ള ഫാറ്റും കാർബോഹൈഡ്രേറ്റും അബ്സോർബ് ചെയ്യുന്ന മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് വിശപ്പ് കുറയ്ക്കുന്നതാണ്. അത് നമ്മൾ അതിലെ ചില ഇതിൻ്റെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ചില മെഡിസിൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഡി അഡിക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതായത് ഈ ആൽക്കഹോൾ അകത്തുനിന്ന് ഓവർകം ചെയ്യാനും അതുപോലെ മറ്റേ കഞ്ചാവ് ഒക്കെ ഉള്ള കനാബിസ് ഡി അഡിക്ഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഈ ഫുഡ് നമ്മൾ ഭയങ്കര അഡിക്റ്റിംഗ് ആണ്, നമുക്കത് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ശരിക്കും സ്മോക്കിങ്ങിനേക്കാളും ആൽക്കഹോളിനേക്കാളും എല്ലാം അഡിക്റ്റീവാണ് ഫുഡ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ്, അതിലെ ഈ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ആണ് അതിനെ ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ഈ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതിന് കാരണം നമ്മളുടെ ഈ മെറ്റബോളിസത്തിൽ തെറ്റിക്കിടക്കുന്നത് കൊണ്ടാണ്. മെറ്റബോളിസം ഈ തെറ്റിക്കിടക്കുന്നത് കൊണ്ട് ഈ നമ്മളുടെ ഹോർമോണെല്ലാം തെറ്റിക്കിടക്കുന്നതുകൊണ്ട് ഈ ക്രേവിങ് വരുന്നു. അപ്പോൾ ഈ ക്രേവിങ്ങിന് നമ്മളുടെ ബ്രെയിനിൻ്റെ ആ മെക്കാനിസത്തെ തിരുത്താനായിട്ട് കുറച്ചിതുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒത്തിരി ലോങ് ടൈം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട് ഇതിനെല്ലാം. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ആ ഇനീഷ്യൽ ടൈമിങ്ങിലെ ഒരു ക്രേവിംഗ് ഒക്കെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ഇപ്പം ഈ വിശപ്പ് കുറയ്ക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, വിശപ്പ് കുറയ്ക്കാനാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പരസ്യങ്ങളും ഒക്കെ കാണുന്നത് ഈ ഡയബറ്റീസിനും വെയിറ്റ് കുറയ്ക്കാനും കൂടെ ഉള്ള മെഡിസിൻസ് ഇപ്പോൾ പുതിയതായിട്ടുള്ളതാണ്. അതിന് 2 ടൈപ്പ് ഉണ്ട്, GLP-1 അഗണിസ്റ്റ്, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം അതിൻ്റെ കൂടെ GIP അഗണിസ്റ്റും കൂടെ ആയിട്ടുള്ള അഗണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ഒക്കെ. അത്തരം ചില ഇഞ്ചെക്ഷൻസാണ്, 2 ടൈപ്പ് ഓഫ് ഇഞ്ചെക്ഷനാണുള്ളത്. അത് നമ്മുടെ വിശപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അത് ലോങ് ടൈം എടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ സൈഡ് ഇഫക്റ്റ് വരാം. ഇതെന്തെടുക്കുമ്പോഴും അതിൻ്റെ കൂടെ കോൺഷ്യസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൂടെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് തന്നെ നമുക്ക് എപ്പോഴും ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അതിൽ ഫുഡും എക്സസൈസും വേണം. അപ്പോൾ ഫുഡും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും ഇങ്ങനെ വരുമ്പോൾ, കാരണം ഫുഡിൽ വേണ്ട ന്യൂട്രീഷൻ കുറഞ്ഞു പോകരുത്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. അപ്പം മെഡിസിൻസ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് സപ്പോർട്ടീവ് എടുക്കുമ്പോഴും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കറക്റ്റായി മെത്തഡോളജിക്കലായിട്ട് ചെയ്തില്ലെങ്കിലാണ് നമ്മൾ കൂടുതൽ സൈഡ് എഫക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത. വെയിറ്റ് കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിച്ച് അങ്ങനെ ഒരു മാനേജ് ചെയ്യാനായിട്ട് അതിൻ്റേതായ വലിയ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കൺട്രോൾ ഉണ്ടാവും. അത് നിർത്തിയാൽ പിന്നെ പഴയ പോലെയാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കഴിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ കഴിക്കണം. അപ്പോൾ അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് വേറെ വരാം എന്നുള്ളതാണ് അല്ലേ? ഒന്നും ജീവിതകാലം മുഴുവൻ കഴിച്ചാൽ അത് അതിൻ്റേത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതൊക്കെ ഒരു ഷോർട്ട് ടൈമിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഇഞ്ചെക്ഷൻ, ഇപ്പം നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇഞ്ചെക്ഷൻ അത് എടുക്കണമെങ്കിൽ ഒരു മാസത്തേക്ക് എന്തോ 25,000 വേണം. അത് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ 25,000 എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവർ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ 3 മാസത്തേക്കൊക്കെ ഉള്ളൂ. 72 മന്ത്സിലൊക്കെ ഉള്ള സ്റ്റഡീസ് വരുന്നുണ്ട്. പക്ഷെ എപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പതുക്കെ തിരിച്ചു കയറാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പരിഹാരമല്ല. നമ്മൾ ശരിക്കും പറഞ്ഞിപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, യൂഷ്വലി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിയുന്നതും നമ്മൾ മരുന്നൊന്നും ഇല്ലാതെ തന്നെ കൺട്രോൾ ചെയ്യിക്കാനാണ്. ഇതൊന്നും തന്നെ കൊടുക്കുകയില്ല. ആകെ ഈ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിഷ്ടമുള്ളത് കഴിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ മാത്രം
ഈ ഫാറ്റ് അബ്സോർബ് ചെയ്യാതിരിക്കാനും ആ ഒരു ഷോർട്ട് ഇത് മാത്രം കൊടുക്കും. അപ്പോൾ അതിന് പിന്നെ അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റോ ഇതും വരേണ്ട കാര്യം വരുന്നില്ല, യൂഷ്വലി വരികയില്ല. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ, 3-4 ഡോസിൽ ഒരു മാസം വരുന്നുള്ളൂ. അത് ഓക്കെയാണ്. പിന്നെ ചിലർക്കുണ്ട് ഭയങ്കര ക്രേവിങ് ആയിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പം വേണമെങ്കിൽ ഈ ഇഞ്ചക്ഷൻ ആയിട്ടുള്ളതോ അല്ലാത്ത ടാബ്ലറ്റോ എടുക്കാം വേണമെങ്കിൽ. പക്ഷേ യൂഷ്വലി നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മിക്കവാറും പേർക്കും അത് കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. ബേസിക്കലി ഈ അപ്പം നമ്മൾ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് നോക്കുന്ന ഒരാൾക്ക്, നമ്മൾ റീസണബിളി നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് 20% വെയിറ്റ് റിഡക്ഷൻ. 100 കിലോ ഉള്ള ആൾക്ക് ഈ CSLC ക്യാമ്പ് പ്രോട്ടോക്കോൾ ഫോളോ ചെയ്ത് പറയുന്നതനുസരിച്ച് ചെയ്യുന്ന ഒരാൾക്ക് നന്നായിട്ട് നോക്കിയാൽ ഒരു 20% വെയിറ്റ് കുറയ്ക്കാം. അതായത് 100 ഉള്ള ആൾക്ക് 80ലേക്ക് കൊണ്ടുവരാം. പക്ഷേ 150 ഉള്ള ആൾക്ക് അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് അതാണ് നമ്മളൊരു 100ന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു 20% വെയിറ്റ് കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കി കുറയ്ക്കാൻ നോക്കിയാൽ നമ്മൾ വേറെ ഒന്നിനും പോകേണ്ട കാര്യമില്ല. ഒരു 3 മാസം കറക്റ്റായിട്ട് നോക്കിയാൽ നമുക്കത് കുറച്ചുകൊണ്ട് വരാം. പിന്നെ അത് കഴിയുമ്പോഴേക്കും 3 മാസം കഴിയുമ്പോഴേക്കും ഈ കുറയുന്നതിൻ്റെ അളവ് കുറയും, നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടും വരും. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിയെടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബേസിക്കലി ഈ കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. ഏർലി തന്നെ വെയിറ്റ് കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു 20 കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ. 20 തൊട്ട് 30 കിലോ ആണെങ്കിൽ ഒരു 6 മാസം ഒരു എഫേർട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നേ ഉള്ളൂ. അതിന് മുകളിലേക്ക് പോയാൽ പിന്നെ നമ്മൾ ഈ ക്രേവിങ്ങും എല്ലാം ആയിട്ട് നമുക്ക് പോകേണ്ടി വരും. അപ്പം ഈ എപ്പോഴാണേലും നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ ഈ മരുന്നുകളെടുത്ത് കൺട്രോൾ ചെയ്യാനും ഒക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കേണ്ട ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാനാണ്. എന്നിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും നമുക്കത് സ്റ്റിക്ക് ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മെഡിസിൻസിൻ്റെ ഹെൽപ്പും കൂടെ എടുക്കാം. നമ്മുടെ അപ്പറ്റൈറ്റ് സപ്രസ് ചെയ്യാനായിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. ഏത് വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ഇൻട്രസ്റ്റും കൂടെ അനുസരിച്ച് എടുക്കാം. പിന്നെ അതിലും പറ്റാതെ വരുന്നവർ മാത്രമേ, ഇതൊക്കെ നോക്കിയിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമേ സർജറിയിലേക്ക് പോകാവുള്ളൂ. സർജറി വേണ്ടി വരുന്നത് നമ്മൾ പൊണ്ണത്തടി എന്ന് പറയുന്നത് BMI ഒരു 35-നും ഒക്കെ മുകളിലായി, ഇവൻ ഇത് വെച്ചിട്ടും 35-ന് താഴെ കൊണ്ടുവരാൻ പറ്റിയില്ല, 200 കിലോയും 250 കിലോയും ഒക്കെ വരികയാണെങ്കിലും ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുക. സെക്കൻഡ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റിനായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പ്ലസ് മെഡിസിൻസ് യൂസ് ചെയ്യുക, അല്ലെ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുക. തേർഡ് ലെവലിൽ മാത്രമേ നമ്മൾ സർജറിയെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ജീവിതകാലം മുഴുവൻ തുടരണം. ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ എപ്പം വരെയാണോ നമ്മളുടെ ബോഡി നോർമൽ ആകുന്ന ആ ടൈം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ അപ്പോൾ ആ സ്ട്രിക്റ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. നമ്മൾ വെയിറ്റ് കുറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ വിശപ്പൊക്കെ കുറഞ്ഞു വരും. അപ്പം നമുക്കതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ന്യൂട്രിഷൻ വേണ്ടതുപോലെ ഉണ്ടാവണം. ലോ കാലറിയിൽ കറക്റ്റ് ന്യൂട്രിഷൻ കിട്ടണം. അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഈ അമിതവണ്ണം ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് പേഷ്യൻറ്റിന്. അപ്പോൾ ഈ അമിതവണ്ണത്തിൻ്റെ തന്നെ ഒരു കാരണം പറയുന്നത്, സയൻറ്റിഫിക്കലി പറയുന്നത് സ്ട്രെസ്സാണെന്നാണ്. അപ്പം ഈ അമിതവണ്ണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് കാരണം തന്നെ അത് മുടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണല്ലോ. അപ്പം ഡോക്ടറിൻ്റെ ഒപ്പീനിയനിൽ, ഡോക്ടറിൻ്റെ മെത്തേഡ്സിൽ എങ്ങനെയാണ് ഈ പേഷ്യൻറ്റിൻ്റെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക? അവർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യുക? സ്ട്രെസ്സ് വരുന്ന നമ്മളത് അത് പ്രോപ്പറായിട്ട്, അതായത് ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പം പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, അവിടെ സ്ട്രെസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്ന് രോഗിക്ക് വേണ്ട ന്യൂട്രിഷൻ എല്ലാം കിട്ടണം. പക്ഷെ കാലറി അധികം വേണ്ട. കാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാലറി നമ്മൾ മെയിൻലി വരുന്നത് നമ്മൾ കൊഴുപ്പിൽ നിന്നും ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നുമാണ്. അപ്പോൾ കൊഴുപ്പ് അധികം പാടില്ല, കാർബോഹൈഡ്രേറ്റ് അധികം പാടില്ല. അതേസമയത്ത് പ്രോട്ടീൻ എല്ലാം കിട്ടണം,
വൈറ്റമിൻസ് എല്ലാം കിട്ടണം, മിനറൽസ് എല്ലാം കിട്ടണം. അപ്പം ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ ആ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും പേഷ്യൻ്റ് ഈ ക്രേവിങ് അങ്ങ് കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ന്യൂട്രീഷനും കിട്ടി, നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആയിരിക്കണം എക്സസൈസ്. നമ്മൾ ഭയങ്കരമായിട്ട് കിടന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്ട്രെസ്സായിട്ട് മാറും. ഓടുകയും നടക്കുകയും രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ ആ തണുപ്പ് അടിച്ച് നമുക്ക് നമ്മൾ ചെയ്യാത്ത കാര്യമാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ പ്രാക്ടീസിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ്. ബെഡിൽ നിലത്ത് പോലും മാറ്റിട്ട് പോലും കിടക്കണ്ട, നല്ലൊരു സോഫ്റ്റ് ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസ്, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് മാത്രമേ ഉള്ളൂ. അതിന് ഒരു സ്ട്രെയിനും വരുന്നില്ല. ഈവൻ കാലിന് മുട്ടുവേദനയുള്ളവരും ആർത്രൈറ്റിസ് ഉള്ളവരും ഹാർട്ട് പേഷ്യൻസിനും എല്ലാം ചെയ്യാവുന്ന ടൈപ്പ് എക്സസൈസാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന്. ഈ എക്സസൈസിൻ്റെ തന്നെ പ്രത്യേകത എന്താ? നമ്മളിപ്പോൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ മസിലിനല്ലേ എക്സസൈസ് വരുന്നുള്ളൂ, അത് ഓവറായിട്ട് കിടന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് വീണ്ടും തേയ്മാനം വരും. ഇതങ്ങനെയല്ല, നമ്മുടെ ബോഡി ഏകദേശം 650 മസിൽസും 230 ബോൺസും ഉണ്ട്. ഇതിനെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, ഒരു സെഗ്മെൻ്റലായിട്ട്, ഒന്നിന് പുറകെ ഒന്നായിട്ടെന്നുള്ളതുപോലെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരിടത്തിനും ഒരു സ്ട്രെയിനും വരുന്നില്ല. ഈവൻ വയ്യാത്തവർക്കും, ഇത്ര വയ്യാഴികയുള്ളവർക്ക് പോലും ചെയ്യാവുന്ന എക്സസൈസാണ് ഇത്. അതേ സമയത്ത് നമ്മുടെ ഹോൾ ബോഡിയെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുക. മസിൽസിനെയും ബോണിനെയും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഈച്ച് പാർട്ട് ഓഫ് ദ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഓർഗൻസിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്സിഫ്ലെക്സ് എന്ന് പറയും, അതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ആണെങ്കിലും നമ്മൾ വരുന്നത് എല്ലാ ന്യൂട്രിയൻറ്റും ഒരു 650 കാലറിക്കകത്ത് എല്ലാ ന്യൂട്രിയൻസും വരുന്നത് പോലെ ഒരു ഫുഡ് പാറ്റേൺ ആണ് നമ്മളിത് വരുന്നത്. അതിൽ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ ഇല്ലാതെ, അതേസമയത്ത് എല്ലാ 14 വൈറ്റമിൻസ്, 14 മിനറൽസ്, 20 അമിനോ ആസിഡ്സ്, എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും കിട്ടുന്ന പോലെയുള്ള ഒരു കിട്ടുന്ന പോലെയാണത്. അതുപോലെ തന്നെ omega-3, 6 ബാലൻസ് കറക്റ്റ് ചെയ്യാനും കൂടെയാണ്. നമ്മൾ omega-3യും 6ഉം ഫാറ്റ്, ഈ ഫാറ്റാണ് നമുക്ക് വേണ്ട നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളുടെ ഫുഡിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ omega-6 ഒത്തിരി കൂടുതലും omega-3 തീരെ കുറവുമാണ്. അപ്പോൾ ഈ omega-6 നമ്മൾ ഈ കഴിക്കുന്ന ഈ നട്ട്സും കുക്കിംഗ് ഓയിലും എല്ലാം ഹൈ omega-6ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ omega-6 ഒത്തിരി കൂടുതലുണ്ടാകും. അത് ഇൻഫ്ലമേറ്ററിയാണ്. അപ്പോൾ ആ omega-6 എല്ലാം കളയണം, എന്നാലേ നമ്മുടെ ഇൻഫ്ലമേഷൻ, ഹാർട്ടിൻ്റെ പ്രോബ്ലം, പ്രഷറിൻ്റെ പ്രോബ്ലം ഒക്കെ മാറണേ ഈ omega-6 കുറയുകയും കൂടെ ചെയ്യണം. അപ്പം നമ്മൾ അതിന് കറക്റ്റ് സയൻറ്റിഫിക്കായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മളൊന്ന് മെൻ്റലി ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് മരുന്നുകളുണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്നത് വണ്ണമുള്ളവരായിരിക്കും, ഓവർ വെയിറ്റ് ആയിരിക്കും, അമിതവണ്ണമൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ലാബ് റിസൾട്ട്സ് എല്ലാം, ടെസ്റ്റുകളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് അത് അങ്ങനെ ഇരിക്കുന്നതും പല കാര്യങ്ങളും പുറത്ത് വരാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ്. അതേസമയം ഇപ്പോൾ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഇതേപോലെ തന്നെ ഭയങ്കര പൊണ്ണത്തടിയൊക്കെ ആയിരിക്കും. പക്ഷേ അവരുടെ ടെസ്റ്റ് റിസൾട്ടിൽ അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ടെസ്റ്റ് റിസൾട്ട്സ് ശരിക്കും നമുക്കൊരു തെറ്റിദ്ധാരണ തരുന്നതാണോ, അല്ലെങ്കിൽ ശരിക്കും അവർ ഹെൽത്തി ആണോ? ടെസ്റ്റ് റിസൾട്ടിൽ നമ്മളൊരു പരിധി വിട്ട് കഴിയുമ്പോഴാണ് അത് കൂടാൻ തുടങ്ങുന്നത്. കൊച്ചുകുട്ടികളിലെ ഒരു പ്രത്യേകതയുണ്ട്, 2 രീതിയിലാണ് ഈ വണ്ണം വയ്ക്കുന്നത്. കൊച്ചുകുട്ടികളിലെ തന്നെ വണ്ണം കൂടുമ്പം കൊഴുപ്പ് കോശങ്ങളുടെ നമ്പറും കൂടെ കൂടും. കൊഴുപ്പ് കോശങ്ങളുടെ നമ്പർ കൂടുന്ന കാരണം അതിനകത്ത് നിന്ന് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒക്കെ വരാനായിട്ട് കുറച്ചും കൂടെ ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. ഈ കൊഴുപ്പ് കോശങ്ങളിലെ മറ്റേ അഡൾട്ടിലാണെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊഴുപ്പ് കോശങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് കൊഴുപ്പ് കോശങ്ങൾ തന്നെ വീർത്ത് വരികയാണ് ചെയ്യുന്നത്. കുട്ടികളിലാണെങ്കിലും അത് തന്നെയാണ്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആദ്യം കൊഴുപ്പ് കോശങ്ങൾ കൂടുതൽ ഡിവൈഡ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കോശങ്ങൾ തന്നെ വീർത്ത് വരികയാണ്. അത് നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് പോലെ കൊഴുപ്പിട്ടിട്ടിട്ട് കൊഴുപ്പ് കോശങ്ങൾ കൂടി വരികയാണ്. അതാണ് ഈ ഫാറ്റി ലിവറിലും ഒക്കെ കാണുന്നത്. അപ്പം ഈ കൊഴുപ്പ് ഫാറ്റി ലിവറിലെ ലിവർ കോശങ്ങളിനകത്ത് ഓവറായിട്ട് കൊഴുപ്പ് കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഹെപ്പറ്റൈറ്റിസിലേക്ക് പോകുന്നത്. ഈ നാഷ് എന്ന് പറയുന്ന ഈ SGOT, SGPT ഒക്കെ കൂടി വരുന്ന ആ കണ്ടീഷനിലേക്ക് പോകുന്നത്. അപ്പം ചിലപ്പം നമ്മൾ ഈ പിള്ളേരിൽ കുറച്ചും കൂടി താമസിച്ച് നിന്നിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് കൊച്ചു പിള്ളേരിലൊക്കെ ഫാറ്റി ലിവർ ഓൾറെഡി ഉണ്ടാവും. അവരുടെ ലിവർ എൻസൈംസ് തന്നെ കൂടി തുടങ്ങിയിട്ടുണ്ടാവും. കൊളസ്ട്രോളും ഇതൊക്കെ ചിലരിൽ നേരത്തെ തുടങ്ങുന്നു. അത് ഓരോരുത്തരുടെയും ജെനറ്റിക്സും കൂടി അനുസരിച്ചിരിക്കും. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ മിക്കവാറും പിള്ളേരിലും ഓവർ വെയിറ്റ് ഉള്ള പിള്ളേരിലും കൂടുതലാണ്. അതുകൂടാതെ പലരിലും കാർഡിയാക് മാർക്കേഴ്സ് ഓൾറെഡി കൂടി തുടങ്ങും. HSCRP, ഹോമോസിസ്റ്റീൻ ഇതൊക്കെ ഓൾറെഡി കൂടി തുടങ്ങുന്നുണ്ട്. അപ്പം അതുപോലെ ഇപ്പം നമുക്ക് ലൈപ്പിഡ് പ്രൊഫൈൽ മാത്രമല്ല, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും മാത്രമല്ല, ഇപ്പം നമുക്ക് അപ്പോ ലൈപ്പോ A, B അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഈ കാർഡിയാക് റിസ്ക് അസസ്മെൻറ്റ് ഉള്ള ടെസ്റ്റുകളും ചെയ്യാം. ഇതൊക്കെ പല കുട്ടികളിലും കൂടി കാണും. ഈവൻ ചിലർക്ക് നമ്മൾ അറിയുകയില്ല, അവർക്ക് പ്രോട്ടീനൂറിയ വന്നിട്ട് ആൽബുമിൻ ലീക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതുപോലെ ഇൻസുലിൻ ലെവൽ ഓൾറെഡി ഹൈ ആയിരിക്കും. ഇപ്പം പല കുട്ടികൾക്കും ഒക്കെ കാണാമല്ലോ, നമ്മുടെ ഈ കഴുത്തിനൊക്കെ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർക്ക് കഴുത്തിന് ചുറ്റുമൊക്കെ ഡാർക്ക് ഡിസ്കളറേഷൻ, സ്കിന്ന് തിക്നെസ് വരുന്നു. അതുപോലെ ഈവൻ നക്കിൾസ്, ഈ വിരൽ നമുക്ക് പലപ്പോഴും ഇപ്പം നമുക്ക് പേഷ്യൻസിനെ നമ്മൾ ടെസ്റ്റ് നോക്കണ്ട, അതിനു മുമ്പ് അവരുടെ കൈ കാണുമ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. കയ്യിലൊക്കെ ഇങ്ങനെ മുട്ടിന് ഈ ഓരോ ഏതെങ്കിലും ഡാർക്ക് കളർ വരുന്നു, ഇവിടെയൊക്കെ ഡാർക്ക് കളർ വരുന്നു, കഴുത്തിൽ ഡാർക്ക് വരുന്നു, പിന്നെ നെറ്റിയിൽ, ചീക്കിൽ. കുറച്ച് കുട്ടികൾക്ക് അത്രയും അത് നെറ്റിയിലൊക്കെ വരാറില്ല. പ്രായമുള്ളവർക്ക് നമ്മൾ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അവനൊന്ന് കണ്ണാടി നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, മുഖത്ത് എവിടെയെങ്കിലും ഡാർക്ക് പാച്ചസ് ഉണ്ടോ, നെറ്റിയെ ഡാർക്ക് പാച്ചസ് വരുന്നുണ്ടോ. നമുക്ക് ഓൾറെഡി നമ്മളുടെ കിഡ്നിയും ലിവറിനെയും എഫക്റ്റ് ചെയ്ത് തുടങ്ങിയെന്നാണ്. ഇൻസുലിൻ ഐദർ പാൻക്രിയാസിൽ കൂടി ഇൻസുലിൻ്റെ അളവ് കൂടുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കിഡ്നി ഫങ്ഷനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് പോയൊരു കിഡ്നി എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു ക്രിയാറ്റിൻ നോക്കിയിട്ട് മാത്രം കാര്യമില്ല. GFR നോക്കണം, യൂറിൻ ആൽബുമിൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം അങ്ങനെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കി സയൻറ്റിഫിക്കലി നോക്കിയാൽ നമുക്ക് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാം, നമുക്കത് തിരിച്ചു വാങ്ങാം. കൊച്ചു കുട്ടികളിലൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നോക്കുക. കാരണം അവർ പ്രായം കൂടി വരുന്നതനുസരിച്ച് അവരുടെ ഫുഡ് ക്രേവിങ്ങും അത് കൂടുവാണ്, അഡിക്ഷൻ കൂടുവാണ്. അപ്പം ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. കൊച്ചു പിള്ളേരെ നമ്മളെ ചെറുപ്പത്തിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കണം. കാരണം 10-20 കിലോ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ ഞാൻ വളരെ പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ 30 കിലോ കുറയ്ക്കാനും എളുപ്പമായിരിക്കും. പക്ഷെ അതിന് മുകളിലേക്ക് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൊണ്ട് വരാൻ വെരി ഡിഫിക്കൽട്ടാണ്. കൂടുതൽ നാൾ വർക്ക് ചെയ്യേണ്ടത്. നമ്മളുടെ നോർമൽ ടെസ്റ്റിങ്ങിൻ്റെ അപ്പുറം ഇങ്ങനെ വണ്ണം ഓവറായിട്ടുള്ള പിള്ളേരാണെങ്കിൽ ഈ പറയുന്ന അഡൽട്സിന് ചെയ്യുന്ന പോലെ ടെസ്റ്റുകളും ആവശ്യമാണ്. എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ടെസ്റ്റുകളിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. കാര്യങ്ങൾ അറിയുമ്പോൾ ഹാർട്ടിന് റിസ്ക് കൂടുതലുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ വരും. അല്ലെ തൈറോയിഡിനെ എഫക്റ്റ് ചെയ്തു, തൈറോയിഡ് ഫങ്ഷൻ തെറ്റി, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് വന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ അതിനെന്നാ അടുത്ത ഗുളിക എടുത്ത് കഴിക്കാനല്ല നോക്കണ്ടേ. അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കും. തൈറോയ്ഡ് അവിടെ നശിച്ചുകൊണ്ടിരിക്കും. ഗുളിക വെച്ച് അത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റാണ്. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിന് നമ്മൾ മോഡേൺ മെഡിസിൻ തരുന്ന ഹോർമോൺ റീപ്ലേസ്മെൻറ്റാണ്. അല്ലാതെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിനെ കറക്റ്റ് ചെയ്യല്ല. അത് ആ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തന്നെ വേണം. അവനവൻ തന്നെ ഒന്ന് നോക്കിയാൽ ഓൾറെഡി രോഗമെത്തി ഒരു 10-20 കിലോയ്ക്ക് 20 കിലോയ്ക്ക് 10 കിലോയ്ക്ക് താഴെയൊക്കെ ആണെങ്കിൽ അവനവന് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. 10 കിലോയ്ക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് നോർമൽ, എന്താണ് അബ്നോർമൽ, നോർമൽ എന്ന് കണ്ടുപിടിക്കാൻ കുട്ടികളും മനസ്സിലാക്കണം, പ്രായമുള്ളവരും മനസ്സിലാക്കണം. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.